ഹലോ, എല്ലാ കൂട്ടുകാർക്കും ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് 2025 ഫെബ്രുവരി 23 കുറച്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ അവാർഡ്സ് നോക്കാം. BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ അവാർഡ്സ് 2024 നോക്കാം. BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ. BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ മനു ഭാക്കറാണ്. ഷൂട്ടിംഗ് താരമായിട്ടുള്ള മനു ഭാക്കറാണ് BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ. അടുത്തത് BBC പാരാ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ. അത് പാരാ ഷൂട്ടിംഗ് താരം അവനി ലേഖറയാണ്. BBC പാരാ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ അവനി ലേഖറ പാരാ ഷൂട്ടിംഗ് താരമാണ്. BBC എമേർജിംഗ് പ്ലെയർ ഓഫ് ദി ഇയർ. BBC എമേർജിംഗ് പ്ലെയർ ഓഫ് ദി ഇയർ ശീതൾ ദേവിയാണ്. പാരാ അമ്പെയ്ത്ത് താരമായിട്ടുള്ള ശീതൾ ദേവിയാണ് BBC എമേർജിംഗ് പ്ലെയർ ഓഫ് ദി ഇയർ. BBC ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ലഭിച്ചത് മിതാലി രാജിനാണ്. ക്രിക്കറ്റ് താരമായിട്ടുള്ള മിതാലി രാജിനാണ് BBC ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ലഭിച്ചത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ സിംഗിൾ ലൊക്കേഷൻ ഇൻ്റഗ്രേറ്റഡ് ഫെസിലിറ്റി സോളാർ പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെയാണ്? തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സിംഗിൾ ലൊക്കേഷൻ ഇൻ്റഗ്രേറ്റഡ് ഫെസിലിറ്റി സോളാർ പ്ലാന്റ് നിലവിൽ വരുന്നത് തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലാണ്. അടുത്ത ചോദ്യം, ഗൂഗിളിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും പുതിയ ഓഫീസായിട്ടുള്ള അനന്ത നിലവിൽ വന്നത് എവിടെയാണ്? അത് ബംഗളൂരുവിലാണ്. ഗൂഗിളിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും പുതിയ ഓഫീസായിട്ടുള്ള അനന്ത നിലവിൽ വന്നത് ബാംഗ്ലൂരുവിലാണ്. സംസ്ഥാന റവന്യൂ അവാർഡുകൾ നോക്കാം. 2025 സംസ്ഥാന റവന്യൂ അവാർഡുകൾ. മികച്ച കളക്ടറേറ്റ് തൃശ്ശൂർ. മികച്ച കളക്ടർ NSK ഉമേഷ്. എറണാകുളത്തെ കളക്ടറാണ് NSK ഉമേഷ്. മികച്ച സബ് കളക്ടർ K മീരയാണ്. ഫോർട്ട് കൊച്ചിയിൽ K മീരയാണ് മികച്ച സബ് കളക്ടർ. അടുത്ത ചോദ്യം, 2025 ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? കൊച്ചിയിലാണ്. കേരളത്തിൽ കൊച്ചിയിലാണ് 2025 ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടിയുടെ വേദി. 23ാമത് ദേശീയ പാരാലിമ്പിക് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയത് ഹരിയാനയാണ്. 23ാമത് ദേശീയ പാരാലിമ്പിക്സ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയത് ഹരിയാന. 2ാം സ്ഥാനം തമിഴ്നാടും 3ാം സ്ഥാനം ഉത്തർപ്രദേശുമാണ്. 1ാം സ്ഥാനം ഹരിയാന, 2ാം സ്ഥാനം തമിഴ്നാട്, 3ാം സ്ഥാനം ഉത്തർപ്രദേശ്. ഞാറ്റുവേല എന്ന കവിതാ സമാഹാരത്തിൻ്റെ രചയിതാവ്. ഞാറ്റുവേല എന്ന കവിതാ സമാഹാരത്തിൻ്റെ രചയിതാവാണ് ഡോക്ടർ CV ആനന്ദബോസ്. ഡോക്ടർ CV ആനന്ദബോസ് ബംഗാൾ ഗവർണറാണ്. 2025 പൂനെ ATP ചലഞ്ചർ 100 ഡബിൾസ് കിരീടം സ്വന്തമാക്കിയ ഇന്ത്യൻ സഖ്യം. 2025 പൂനെ ATP ചലഞ്ചർ 100 ഡബിൾസ് കിരീടം സ്വന്തമാക്കിയ ഇന്ത്യൻ സഖ്യമാണ് ജീവൻ നെടുഞ്ചെഴിയനും വിജയ് സുന്ദർ പ്രശാന്ത്. ജീവൻ നെടുഞ്ചെഴിയൻ, വിജയ് സുന്ദർ പ്രശാന്ത്. താങ്ക് യു.